ശബരീശ സന്നിധിയിൽ വർണ്ണവും വാദ്യമേളങ്ങളും കൊണ്ട് ഉത്സവം തീർത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര. സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്താറുള്ള കർപ്പൂരാഴി ഘോഷയാത്രയാണ് പൂർവാധികം വർണ്ണപ്പകിട്ടോടെ കൊണ്ടാടിയത്. ദീപാരാധനയ്ക്ക് ശേഷം 6:40 കൊടിമരത്തിന് മുന്നിൽ നിന്നും ക്ഷേത്രം തന്ത്രി കണ്ഠര് മകേഷ് മോഹനരും മേൽശാന്തി PN മകേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാടിക്ക് അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്രത്തിന് വലം വെച്ച് നീങ്ങിയ ഘോഷയാത്ര ഫ്ലൈ ഓവർ കടന്ന മാളികപ്പുറം ക്ഷേത്രസന്നിധിയിൽ നടപ്പന്തലിൽ വലം വെച്ചു 18-ാം പടിക്ക് മുന്നിൽ സമാപിച്ചു. പുലിവാഹനമേന്തിയ അയ്യപ്പൻ, ശിവൻ, പാർവതി, ഹനുമാൻ തുടങ്ങിയ ദേവതാ രൂപങ്ങൾ സന്നിധാനത്ത് നിറഞ്ഞ ഭക്തിസഹസ്രങ്ങൾക്ക് ആനന്ദ കാഴ്ചയായി. വർണ്ണക്കാവടിയും മയൂര നൃത്തവും വിളക്കാട്ടവും കർപ്പൂരാടിക്ക് ഘോഷയാത്രയ്ക്ക് മിഴിവേകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ KS സുദർശനൻ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ H കൃഷ്ണകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ OG ബിജു, ദേവസ്വം ബോർഡ് PRO സുനിൽ അരിമാനൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശബരിമലയിൽ ചുമതലയുള്ള വിവിധ വകുപ്പിലെ ജീവനക്കാർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. തുടർച്ചയായി 2-ാം ദിവസമാണ് ശബരിമല സന്നിധാനത്ത് കർപ്പൂരാടി ഘോഷയാത്ര നടക്കുന്നത്. സന്നിധാനത്ത് സേവനമനുഷ്ഠിച്ച പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുത്ത കർപ്പൂരാടി ഘോഷയാത്ര ഡിസംബർ 22 വൈകിട്ട് സംഘടിപ്പിച്ചിരുന്നു. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായാണ് സന്നിധാനത്ത് കർപ്പൂരാടി ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. മണ്ഡലപൂജയ്ക്കായുള്ള തങ്കയങ്കി ഘോഷയാത്ര ഡിസംബർ 26 വൈകിട്ട് ശബരിമലയിലെത്തും. ഡിസംബർ 27 പകലാണ് മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജ. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.